ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഉദയഭാനുമാണ് ഗോമതി സ്റ്റോറിൽ നിന്നും പൈസ മോഷ്ടിച്ചതെന്നും അതുമാത്രമല്ല എങ്ങനെയാണ് ആനന്ദിൻ്റെ കല്യാണം നടന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബാലൻ തിരിച്ചറിയാം. അപ്പോൾ ബാലന് ഇത് വലിയൊരു ഷോക്ക് തന്നെയാണ്. താൻ അത്രയേറെ ആശിച്ച് നടത്തിയ കല്യാണമാണ് ആനന്ദിൻ്റെ. പക്ഷേ തൻ്റെ ഭാഗത്തെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ആനന്ദിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ളൊരു ചിന്തയൊക്കെ ബാലൻ്റെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട്. ഉദയഭാനുവിനെയും കുടുംബത്തെയും പറ്റി താൻ നന്നായിട്ട് അന്വേഷിച്ച് ആനന്ദിൻ്റെ കല്യാണം നടത്തേണ്ടതായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ധർമ്മനും ദേവമംഗലത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഇത് കൃഷ്ണമംഗലത്തുള്ളവർ അറിയുമ്പം അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുക, പ്രത്യേകിച്ച് അച്യുതനും രാജശ്രീക്കും. കാരണം വലിയ കോടീശ്വരൻ്റെ മകളാണ് ദേവി എന്നൊക്കെ പറഞ്ഞാണ് ബാലൻ ആനന്ദിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. ഇത്രയും വലിയൊരു തിരിച്ചടി ബാലന് കിട്ടിയതിൽ അവർക്കൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ബാലനാണെങ്കിൽ ധർമ്മനെ കണ്ട് സംസാരിക്കണമെന്ന് തന്നെ മനസ്സിൽ കരുതുകയാണ്. ധർമ്മനെ സംശയിച്ച് അവനെ താൻ വേദനിപ്പിച്ചു. പക്ഷേ താൻ വിശ്വസിച്ച വ്യക്തികൾ തന്നെയാണ് തന്നോട് ഈ ചതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ധർമ്മനോട് പോയി മാപ്പ് പറയണമെന്നൊരു ചിന്തയൊക്കെ ബാലൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പോൾ ഇതിനു മുന്നേ തന്നെ നമ്മുടെ ധർമ്മൻ കട തുടങ്ങുന്നുണ്ട്. അപ്പം ബാലൻ്റെ എതിരെ കടയൊക്കെ വന്നതുകൊണ്ടുള്ള ചെറിയൊരു നീരസം ബാലനുണ്ടെങ്കിലും ധർമ്മൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നൊരു ചിന്ത തന്നെയാണ് കേട്ടോ നമ്മുടെ ബാലൻ്റെ മനസ്സിലുള്ളത്. ധർമ്മൻ്റെ ഉയർച്ച കാണുമ്പം ബാലന് സന്തോഷം തന്നെയാണ് കേട്ടോ ഉണ്ടാകുന്നത്. ആദ്യം തന്നെക്ക് വേദനിക്കുന്ന രീതിയിൽ ഗോമതി സ്റ്റോറിൻ്റെ എതിരായിട്ട് കട വന്നല്ലോ എന്നൊരു ചിന്ത ബാലൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ധർമ്മൻ തന്നെ ഇത്രയധികം വെറുത്തു പോയോ എന്നുള്ളൊരു സങ്കടം കൊണ്ടാണ് അതുണ്ടായത് പോലും. പക്ഷേ ധർമ്മൻ നന്നായി കാണുന്നതിൽ എല്ലാവരിൽക്കാലം സന്തോഷിക്കുന്നത് ബാലൻ തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ധർമ്മനെ കാത്തു നിൽക്കുകയാണ് ബാലൻ. അപ്പം ബാലൻ അവിടെ നിൽക്കുന്നത് ധർമ്മനും കാണുന്നുണ്ട്. പെട്ടെന്ന് ബാലൻ വിളിക്കും, ധർമ്മ എന്നെ കണ്ടിട്ടും നീ മിണ്ടാതെ പോവാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ധർമ്മനും ഒരു ചെറിയ കുറ്റബോധമുണ്ട് കേട്ടോ ബാലനോട് സംസാരിക്കാൻ. ഏട്ടന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി താൻ കട തുടങ്ങി. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുക ദേവമംഗലത്തുകാരെയും ഗോമതി സ്റ്റോറിനെയാണെന്ന് തനിക്കറിയാം. പക്ഷെ തൻ്റെ മുന്നിൽ വേറെ വഴിയില്ല എന്ന് ധർമ്മൻ അറിയാട്ടോ. നീ എന്തിനാ എൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടത്? നിന്നോട് തെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനല്ലേ ധർമ്മ എന്ന് ചോദിക്കാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിച്ച എല്ലാവരും എന്നെ ചതിച്ചു എന്ന് പറയാണ്. സാരമില്ല, എന്തായാലും നീ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു. ആ കടയിൽ നിന്നും പൈസ മോഷ്ടിച്ചത് ആരാണെന്ന് നിനക്കറിയണമെന്ന്. അത് ആരാണെന്ന് അറിഞ്ഞ് നിൻ്റെ അടുത്ത് ഞാൻ തന്നെ തെളിയിക്കണമെന്ന്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. കടയിൽ നിന്ന് പൈസ മോഷ്ടിച്ച് വേറെ ആരുമല്ല, ഉദയഭാനുവ എന്ന് പറയാം. അയാളൊരു ഫ്രോഡാ. പല കള്ളങ്ങളും പറഞ്ഞ അയാളുടെ മകളെ എൻ്റെ മരുമകളാക്കി അയാൾ മാറ്റിയത്. പക്ഷേ ദേവി മോളോട് എനിക്കിപ്പോഴും ഒരു ദേഷ്യമില്ല. ആ കുട്ടി ഒരു പാവമാ. അച്ഛനും അമ്മയും നിർബന്ധിച്ചപ്പം അതിന് പല കള്ളങ്ങളും പറയേണ്ടതായിട്ട് വന്നു. അതെന്ത് തെറ്റ് ചെയ്തു? ആ ദേവമംഗലത്ത് വന്നിട്ട് അവിടുത്തെ നല്ല മരുമകളായി തന്നെയാണ് അവളെ ജീവിച്ചത്. എൻ്റെ മനസ്സിൽ ഒരു മകളോടുള്ള സ്നേഹമാണ് അവൾക്കുണ്ടായിരുന്നതും. പക്ഷേ അവൾക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. അതിലാ എനിക്ക് സങ്കടം എന്ന് പറയാം. അപ്പം ധർമ്മം പറയും, കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞു. ഇതിൻ്റെ പേരിൽ ഒരിക്കലും ദേവിയെ ആരും തള്ളി പറയരുത്. കുടുംബത്തോട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് ദേവി. അതിലെനിക്ക് ഒരു സംശയവും എന്ന് പറയണം. പിന്നെ ഇതൊക്കെ ഇങ്ങനെയായി തീരുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ദേവിയുടെ അച്ഛൻ ഉദയഭാനു ഇങ്ങനൊരു ഫ്രോഡായിരിക്കുമെന്നും ഞാനും ചിന്തിച്ചില്ല എന്ന് പറയാണ്. അപ്പോൾ ബാലൻ ധർമ്മൻ്റെ അടുത്തേക്ക് വരിക. നീ എന്നോട് ക്ഷമിക്കണം. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നിനക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കലും ഞാൻ നിന്നെ കള്ളനായിട്ട് കണ്ടിട്ടില്ല ധർമ്മ. ഞാൻ ആ കാശ് 25,000 രൂപ അന്ന് നിനക്കും ചിലവായെന്ന് കണ്ടപ്പം എവിടുന്ന് വന്നു എന്നൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ. പക്ഷെ നീ അതിനെ തെറ്റിദ്ധരിച്ചു. സാരമില്ല, നീ ഇപ്പം കള്ളനല്ല എന്ന് നിനക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇപ്പം സ്വന്തമായിട്ട് നിനക്ക് കടയുമായി എന്ന് പറയാം. എങ്കിലും ദേവമംഗലത്തിൻ്റെ വാതിൽ നിനക്കായിട്ട് എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ടാവും. എപ്പോൾ വേണമെങ്കിലും നിനക്ക് മടങ്ങി വരാം. ഞാൻ നിർബന്ധിക്കില്ല എന്ന് ബാലൻ ധർമ്മനോട് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ധർമ്മം പറയും, ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇപ്പം ഞാനും കടയൊക്കെ തുടങ്ങി എൻ്റെതായ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ദേവമംഗലത്തേക്ക് ഞാൻ മടങ്ങി വന്നാലും എല്ലാവർക്കും പഴയതുപോലെ ഒരു പക്ഷേ എന്നെ സ്നേഹിക്കാൻ സാധിക്കില്ല. ദേവമംഗലത്തോടും ഗോമതി സ്റ്റോറിനോടും ചതി ചെയ്തൊരു വ്യക്തിയായിട്ടല്ലേ എല്ലാവരും എന്നെ കാണുള്ളൂ. എൻ്റെ ചേച്ചി പോലും ഇപ്പോൾ എന്നെ വെറുക്കുന്നുണ്ടാകും എന്ന് പറയാം. ഏയ്, അവിടെ ആർക്കും നിന്നോട് ഒരു വെറുപ്പുമില്ല. എനിക്കറിയാം അച്യുതൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയ നീ ആ പലചരക്ക് കട തുടങ്ങിയതെന്ന്. പക്ഷെ അതെന്തുകൊണ്ടും നന്നായെന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ കീഴിൽ ജോലി ചെയ്ത് അവസാനിക്കേണ്ടതല്ല നിൻ്റെ ജീവിതം. സ്വന്തമായിട്ട് നീ എന്തെങ്കിലും നേടുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. സ്വന്തമായി കട തുടങ്ങി
നീ സന്തോഷമായിട്ട് തന്നെ ജീവിക്കണം. നീ എന്നും എൻ്റെ മൂത്ത മകൻ്റെ സ്ഥാനം തന്നെയാ എൻ്റെ മനസ്സിൽ നിനക്ക്. അല്ലാതെ നിന്നോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ലടാ എന്ന് പറയാ. നിന്നോട് തെറ്റ് ചെയ്ത ഞാനല്ലേ മാപ്പ് പറയേണ്ടത്. ഞാൻ കാരണം മാനസികമായി നീ ഒത്തിരി ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്ക് അത് കാണുന്ന നമ്മുടെ ധർമ്മന് ആകെ സങ്കടം വരികയാണ് കേട്ടോ. തൻ്റെ അളിയൻ തൻ്റെ മുന്നിൽ കൈകൂപ്പുന്നു. എത്രയൊക്കെ ദേഷ്യമാണെന്ന് പറഞ്ഞാലും ധർമ്മൻ്റെ ഉള്ളിനുള്ളിൽ ഇപ്പോഴും ബാലനും കോമതിയും കഴിഞ്ഞേ ആരും ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ധർമ്മം പറയും, അളിയൻ എന്തേ കാണിക്കുന്നത്? എന്നോട് മാപ്പ് പറയേണ്ട ഒരാവശ്യവും ഇല്ല. അളിയന് എന്നെ ശാസിക്കാനും വഴക്കു പറയാനും ഒക്കെയുള്ള അധികാരമുണ്ട്. പക്ഷെ കള്ളനെന്ന് വിളിച്ചപ്പം എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാനെന്നല്ല, ലോകത്തിലെ ആരും അത് സഹിക്കില്ല അളിയ എന്ന് പറയാണ്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയായി തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ദേവി ഇപ്പം ദേവിയുടെ വീട്ടിലാണല്ലേ. ആനന്ദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ദേവിയെ എത്രയും വേഗം ദേവമംഗലത്തേക്ക് കൊണ്ടുവരാൻ നോക്കണം എന്ന് പറയാം. അപ്പം ബാലൻ പറയും, ഉദയഭാനു അയാളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. എത്രയൊക്കെ കള്ളങ്ങൾ പറഞ്ഞ അയാൾ വിദഗ്ധമായി നമ്മളെ എല്ലാവരെയും പറ്റിച്ചത്. പാവം ആനന്ദ് ദേവിയെ കല്യാണം കഴിക്കാൻ അവനോട് ആവശ്യപ്പെട്ടത് ഞാനായിട്ട് അവൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ചതി ചെയ്തല്ലോ എന്നുള്ള ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളൂ. ദേവി മോളോട് എനിക്ക് ദേഷ്യമില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങുമ്പം ദേവിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെ ബാലൻ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ധർമ്മം പറയും, അങ്ങനെ തന്നെ വേണം. ആനന്ദിന് ദേവിയോടുള്ള ദേഷ്യം പതിയെ മാറുകളായിരിക്കും. എല്ലാവരുമായി സംസാരിക്കുമ്പം ദേവിയെ അംഗീകരിക്കാൻ അവന് സാധിക്കും. ദേവി അവനോട് ചെയ്ത വിശ്വാസവഞ്ചനയും ചതിയൊന്നും അവന് സഹിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിലും പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും നമുക്കെതിരെ വരുന്ന ചെറിയ ഒരു നോട്ടം പോലും നമ്മളെ അത്രയേറെ വേദനിക്കും. അങ്ങനെയുള്ളപ്പം ഇത്രയും വലിയൊരു ചതി സ്വന്തം ഭാര്യ തന്നെ ചെയ്തത് അവന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ അവൻ്റെ ജീവിതവാ, കാര്യങ്ങൾ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തണം എന്ന് ധർമ്മൻ ബാലനോട് പറയാണ്. പിന്നെ എൻ്റെ മനസ്സിൽ വീണ കരട് അതിപ്പോൾ പോയി കഴിഞ്ഞു. ഞാനല്ല ആ പൈസ മോഷ്ടിച്ചതെന്ന് ഇപ്പം ദേവമംഗലത്ത് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ഇനി കള്ളൻ എന്നുള്ള പേരിൽ എനിക്ക് ജീവിക്കേണ്ടി വരില്ലല്ലോ എന്ന് ധർമ്മം പറയാണ്. ധർമ്മ, നീ പോവാണോ? നിനക്ക് ദേവമംഗലത്തേക്ക് മടങ്ങി വന്നൂടെ എന്ന് ചോദിക്കുക. വേണ്ട അളിയ, ഇനിയിപ്പം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ദേവമംഗലത്ത് നിന്നുള്ള ധർമ്മനല്ല ഇപ്പം ഞാൻ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കൃഷ്ണമംഗലത്ത് നിൽക്കുന്നത് തന്നെയാ ഇരു വീട്ടുകാർക്കും നല്ലത് എന്ന് ധർമ്മനാണെങ്കിൽ ബാലനോട് പറയാം. അതിനുശേഷം ധർമ്മൻ അങ്ങ് കടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ധർമ്മൻ്റെ ഈ അകൽച്ചയും നമ്മുടെ ബാലന് ഒരുപാട് സങ്കടം കൊടുക്കുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ വെറുതെ താൻ തൻ്റെ ധർമ്മനെ സംശയിച്ചു. താൻ ഒരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത ബാലൻ്റെ മനസ്സിലേക്ക് വരിക. അപ്പോൾ തന്നെ മനസ്സെതിർക്കും. അതിന് അവനാണ് പൈസ എടുത്തതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി എടുത്താൽ തന്നെ അവൻ്റെ സ്വന്തം കടയല്ലേ, അവനവിടെ നിന്ന് എടുക്കാലോ എന്നങ്ങനെ പല ചിന്തകളും ബാലൻ്റെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ ധർമ്മം കടയൊക്കെ തുടങ്ങിയിട്ട് മുന്നോട്ട് അടിപൊളിയായിട്ടാണ് പോകുന്നത്. അപ്പം സുകന്യയും ധർമ്മൻ്റെ കൂടെ കട്ടയ്ക്ക് തന്നെ കടയിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സുകന്യ വെറുതെ അല്ല, ഗോമതി സ്റ്റോറിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ പല കാര്യങ്ങളും പറഞ്ഞ് അവരുടെ കടയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ധർമ്മൻ ഇത് മനസ്സിലാകുമ്പം സുകന്യയെ ഇതിനെ എതിർക്കുന്നുണ്ട്. കാരണം നമ്മുടെ കടയിലേക്ക് ആയിട്ട് വരുന്ന ആൾക്കാർ മാത്രം ഇവിടേക്ക് വന്നാൽ മതി, അല്ലാതെ മറ്റൊരു കടയിലെ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞ്. അപ്പം അതിന് സുകന്യ ധർമ്മനോട് തട്ടിക്കയറുന്നുണ്ട്. ഈ ധർമ്മേട്ടനൊന്നും അറിയില്ല. കച്ചവടം എന്ന് പറഞ്ഞാലേ നമ്മുടെ ഉയർച്ച മാത്രമേ നമ്മൾ നോക്കാവുള്ളൂ, അല്ലാതെ ബന്ധങ്ങളും നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാകില്ല എന്നൊക്കെ പറയും. അത് കേൾക്കുന്ന ധർമ്മം പറയുന്നുണ്ട്, സത്യസന്ധമായിട്ട് ഈ കട മുന്നോട്ട് പോയാൽ മതി, ആരെയും ദ്രോഹിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല എന്ന് പറയാം. പക്ഷേ ധർമ്മൻ്റെ ഈ കട തുടങ്ങുമ്പം ഗോമതി സ്റ്റോറിന് ചെറിയൊരു തകർച്ച ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കച്ചവടത്തിൽ ചെറിയൊരു കുറവ്, എങ്കിലും വലിയ കാര്യമായിട്ടതൊന്നും കടയിൽ ബാധിക്കുന്നില്ല. കാരണം ഗോമതി സ്റ്റോർ ബാലൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കടയിലേക്ക് പഴയപടി തന്നെ എത്തുന്നുമുണ്ട്. എങ്കിലും ഈ ചെറിയൊരു ബാലൻ്റെ പരാജയം പോലും വലിയ ഒരു ഉത്സവമായിട്ടാണ് അച്യുതൻ എടുക്കുന്നത്. അപ്പോൾ സുകന്യയും അഭിനന്ദിക്കുന്നുണ്ട്. നീ ഇത്ര വേഗം കടകളൊക്കെ നന്നായിട്ട് നോക്കി നടത്താൻ പഠിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ എപ്പോഴും ധർമ്മൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കും. അവന് ആ ദേവമംഗലത്തുള്ളവരോടൊക്കെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ നീ ഈ കട ഒരു വിജയമാക്കി മാറ്റണം സുകന്യ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. പൈസയോട് നല്ല ആർത്തിയുള്ള സുകന്യ എന്തായാലും കട്ടയ്ക്ക് കടയിൽ പണിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കുവേ. അപ്പം ഇതിന് മുന്നേ തന്നെ നമ്മുടെ അലോക് ജയിൽ വിമുക്തനായിട്ട് വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.